മന്ത്രവാദികളുടെ ക്ഷുദ്രപ്രയോഗം നടക്കാതായി. കാരണം എഫെസോസിൽ കൃപയുള്ള ഒരു പൗലോസ് കാലുകുത്തി. ദേശത്തുണർവ് വ്യാപരിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വെളിപ്പെടാൻ തുടങ്ങി. ജനം യഥാർത്ഥ വചനസത്യത്തിലേക്ക് മടങ്ങി വന്നു. രോഗികൾ സൗഖ്യമാകാൻ തുടങ്ങി. ഭൂതങ്ങൾ അലറി ഓടാൻ തുടങ്ങി. ആമേൻ ആമേൻ. മന്ത്രവാദികൾ മുട്ടുകുത്താൻ തുടങ്ങി. അവിടെ അർത്തമിസ് ദേവിയെ ആമേൻ പൂജിച്ചു നിന്നവർക്ക് തിരിച്ചറിഞ്ഞു, ആമേൻ, ഇതല്ല സത്യം, ഇതിൻ്റെ അപ്പുറത്തൊരു സർവശക്തനുണ്ട്. അവൻ്റെ മുമ്പിൽ എല്ലാം മുഴങ്കാലും മടങ്ങുമെന്നുള്ള വസ്തുത അവർ തിരിച്ചറിഞ്ഞപ്പോൾ, ആമേൻ, ഇന്നലെ വരെ വെള്ളി കൊണ്ടുണ്ടാക്കിയ ദേവി രൂപത്തിനു മുമ്പിൽ വണങ്ങിയവർ അവർ അതെല്ലാം വിട്ടുകളഞ്ഞ് യേശു മാത്രം കർത്താവെന്ന് അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. പൗലോസിനോട് കൂടെ ഒരു കൂട്ടം എഴുന്നേറ്റു. ആമേൻ. ദൈവവചനത്തിൽ വിശ്വസിച്ച് യവനന്മാരെന്നോ യഹൂദന്മാരെന്നോ വ്യത്യാസമില്ലാതെ ഒരു തലമുറ അവിടെ എഴുന്നേറ്റു. അഭിഷേകമുള്ള കൃപ പ്രാപിച്ച ഒരു തലമുറ എഴുന്നേറ്റപ്പോൾ ക്ഷുദ്രപ്രയോഗം ചെയ്യുന്നവർക്ക് മനസ്സിലായി, ഞങ്ങളുടെ ക്ഷുദ്രപ്രയോഗം വില പോകത്തില്ല, ഞങ്ങളുടെ മന്ത്രവാദം കൊണ്ട് ഇനി ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയത്തില്ല. അവർ ആമേൻ ഒരു സത്യം തിരിച്ചറിഞ്ഞു. തങ്ങൾ ഇന്നലെ വരെ സേവിച്ച അർത്തമിസ് ദേവിയേക്കാൾ ആമേൻ ശക്തിയുള്ള ഒരുവനുണ്ട്. ആമേൻ. അവന്റെ നാമം യേശുവാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർ അവന്റെ നാമത്തിൽ സ്നാനമേറ്റു. ഈ രാജ്യത്തിലും ആത്മാവിന്റെ വലിയ പ്രവർത്തികൾ ദൈവം ചെയ്തെടുക്കാൻ പോവാ. ക്ഷുദ്രപ്രയോഗം ചെയ്യുന്നവർ തങ്ങളുടെ പുസ്തകങ്ങൾ കത്തിക്കാൻ പോവുകയാ. ആമേൻ. ദൈവത്തെ പേരുകൊണ്ട് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിട്ട് ആമേൻ ആമേൻ ജാതകം നോക്കുകയും നാള് നോക്കുകയും ജ്യോതിഷന്റെ അടുത്ത് പോവുകയും ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അവരൊക്കെ മടങ്ങി വരാൻ പോവുകയാണ് ദൈവകൃപയിൽ. അവരൊക്കെ ദൈവ സാന്നിധ്യത്തിലേക്ക് വേർതിരിക്കപ്പെടാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർക്കാ ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്.